ട്രംപ് എന്തെങ്കിലുമൊക്കെ കാട്ടി ഇറാനെ ഭയപ്പെടുത്തുമെന്ന് ഇറാൻ നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആദ്യ ചുവടുവെപ്പ് എന്നോണം ഇറാൻ അവിടെയുള്ള യുവാക്കളെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത സ്ത്രീകളെയും യുവാക്കളെയും അതുപോലെ തന്നെ കുഞ്ഞുകുട്ടികളെ അടക്കമുള്ളവരെ വിളിച്ചു വരുത്തി ഒരു ചാവേറാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അമേരിക്ക പോലെയുള്ള ഒരു വമ്പന്റെ ഭീഷണിക്ക് മുന്നിൽ ഇറാനെ പോലെയുള്ള ഒരു രാജ്യം പിടിച്ചു നിന്നത് സ്വന്തം ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. ട്രംപിനെ ഞെട്ടിച്ച നീക്കമാണ് നടത്തിയത്. ഇറാനിലെ വൈദ്യുത നിലയങ്ങളും പാലങ്ങളും എല്ലാം തകർക്കുമെന്ന ട്രംപിന്റെ ഭീഷണിയെ അവർ നേരിട്ടത് വമ്പൻ ട്വിസ്റ്റായി മാറിയിരുന്നു. ഇറാനുമായി വെടിനിർത്തൽ കരാറിൽ എത്തുന്നതിന് മുൻപ് മുഴുവൻ നാഗരികതയും ഇന്ന് രാത്രി തന്നെ ഇല്ലാതെയാകും, ഇന്ന് രാത്രി തന്നെ മരിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 10,000-കണക്കിന് ആൾക്കാരാണ് ഊർജ കേന്ദ്രങ്ങളിൽ മനുഷ്യ കവചങ്ങളാക്കാൻ ഒരുങ്ങിയത്. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി പാരമ്യത്തിലെത്തിയ ഘട്ടത്തിലാണ് ഇറാൻ ഈ കടും കൈക്ക് മുതിർന്നത് എന്നാണ് കരുതപ്പെടുന്നത്. തുടർന്ന് അമേരിക്കയുമായുള്ള എല്ലാ ആശയവിനിമയ ബന്ധങ്ങളും ഇറാൻ വിച്ഛേദിച്ചിരുന്നു. രാജ്യങ്ങളെ ഊർജ നിലയങ്ങൾക്കും തന്ത്രപ്രധാന പാലങ്ങൾക്കും ചുറ്റും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ മനുഷ്യമതിൽ തീർത്ത പ്രതിരോധം തീർക്കുന്ന കാഴ്ചയാണ് ടെഹ്റാനിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇറാനിലെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്ന ട്രംപിന്റെ ഭീഷണിയെ പരിഹാസത്തോടുകൂടിയാണ് ഇറാൻ ഭരണകൂടം നേരിട്ടത്. തങ്ങളുടെ പ്രധാന വൈദ്യുത നിലയങ്ങളിലും പാലങ്ങളിലും ദേശീയ പതാകയുമായി പ്രതിഷേധിക്കുന്ന ജനങ്ങളുടെ ദൃശ്യങ്ങൾ ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ പുറത്തുവിട്ടിരുന്നു. ട്രംപിന്റെ ഭീഷണികളെ വകവെക്കുന്നില്ല എന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്നുമുള്ള സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ നൽകിയത്. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് തന്റെ വിവാദപരമായ സന്ദേശം പങ്കുവച്ചത്. ഇന്നലെ രാത്രി ഒരു വലിയ നാഗരികത മരിക്കും, അതിനി ഒരിക്കലും തിരിച്ചു വരില്ല. അത് സംഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ മിക്കവാറും അങ്ങനെ തന്നെ സംഭവിക്കും എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. സിവിലിയൻ ലക്ഷ്യങ്ങളെ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ ആക്രമിക്കുമെന്നത് യുദ്ധക്കുറ്റമാണ് എന്ന രാജ്യാന്തര മുന്നറിയിപ്പുകൾ നിലനിൽക്കുകയാണ് ട്രംപ് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. അതേസമയം സംഘർഷം ലഘൂകരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളും അണിയറയിൽ സജീവമായിരുന്നു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ വൈസ് പ്രസിഡന്റ് JD വാൻസും സ്റ്റീവ് വിറ്റ്കോഫും ഇറാനുമായി ചർച്ചകൾ നടത്തി. 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തലിനും ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കാനും ഇറാൻ 10-ന് സമാധാന കരാറ് മുന്നോട്ട് വെച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യവും അനിശ്ചിതത്വത്തിലാണ്. ഫെബ്രുവരിയിൽ കൊല്ലപ്പെട്ട അലി ഖമനേയിയുടെ പിൻഗാമിയായി വന്ന അയത്തൊള്ള മുജ്തബ ഖമനേയി നിലവിൽ അബോധാവസ്ഥയിലാണെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഖോം നഗരത്തിൽ ചികിത്സയിൽ കഴിയുന്ന അദ്ദേഹം ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തനല്ല. ഇതോടെ ഇറാന്റെ നിയന്ത്രണം യഥാർത്ഥത്തിൽ ആരുടെ കൈകളിലാണെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇതിനിടെ ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപിലെ 50ഓളം സൈനിക കേന്ദ്രങ്ങൾ അമേരിക്ക ഇന്നലെ തന്നെ ആക്രമിച്ചിരുന്നു. ബങ്കറുകൾ, റഡാർ സ്റ്റേഷനുകൾ, ആയുധപുരകൾ എന്നിവയാണ് ആക്രമണത്തിന് ഇരയായത്. ദ്വീപിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അമേരിക്കൻ സൈന്യം കരയുദ്ധത്തിന് മുതിരുമോ എന്ന ഭീതിയും ശക്തമായിരുന്നു. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 25% കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്ന ട്രംപിന്റെ ആവശ്യം ഇറാൻ തള്ളിക്കളഞ്ഞിരുന്നു. ചർച്ചകൾ പരാജയപ്പെട്ടാൽ എല്ലാ പാലങ്ങളും വൈദ്യുത നിലയങ്ങളും തകർക്കുമെന്ന് ട്രംപ് ആവർത്തിച്ചു. ട്രംപിന്റെ ഈ ഭീഷണികൾ ഭ്രാന്തമായ ചിന്തകൾ എന്നാണ് ഇറാന്റെ സൈനിക കമാൻഡ് വിശേഷിപ്പിച്ചത്. അതേസമയം യുദ്ധ സാഹചര്യം ആഗോള എണ്ണ വിപണിയെ സാരമായി ബാധിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയാണ് ലോകം അഭിമുഖീകരിക്കുന്നത് എന്ന് ഇന്റർനാഷണൽ എനർജി ഏജൻസി മുന്നറിയിപ്പ് നൽകി. അമേരിക്കയിൽ പെട്രോൾ വില ഗാലന് $4.14 ഉയർന്നു. വിപണികൾ സ്തംഭനാവസ്ഥയിലാണെങ്കിലും ട്രംപ് എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ നിക്ഷേപകർ ആശങ്കാകുലരാണ്. അമേരിക്ക ആക്രമണം തുടർന്നാൽ മേഖലയിലെ US സഖ്യകക്ഷികളുടെ കുടിവെള്ള സ്രോതസ്സുകൾ തകർക്കുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തി. മരുഭൂമിയാൽ ചുറ്റപ്പെട്ട ഗൾഫ് രാജ്യങ്ങൾ ശുദ്ധജലത്തിനായി ആശ്രയിക്കുന്ന ഡീസലൈസേഷൻ പ്ലാന്റുകൾ തകർക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ട്രംപിന്റെ പ്രസ്താവനകൾ യുദ്ധക്കുറ്റമാണ് എന്ന് ഇറാൻ ഐക്യരാഷ്ട്രസഭയിൽ ആരോപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്. ട്രംപ് നിശ്ചയിച്ച അവസാന സമയപരിധിക്ക് മുൻപായി സമാധാനപരമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇറാൻ US താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെ US അംഗീകരിച്ചതായി ഇറാൻ പുറത്തുവിട്ട 10 നിർദ്ദേശങ്ങളിൽ വിവാദം ഉയരുന്നുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള ഇറാന്റെ അവകാശം അമേരിക്ക അംഗീകരിച്ചുവെന്ന വ്യവസ്ഥയാണ് തർക്കത്തിലുള്ളത്. US അംഗീകരിച്ച 10 നിർദ്ദേശങ്ങൾ എന്ന പേരിൽ പുറത്തുവന്ന രേഖയുടെ ഇംഗ്ലീഷ് പതിപ്പിൽ സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശം ഉൾപ്പെട്ടിട്ടില്ല എന്നും ഇത് പാർട്ടി ഭാഷയിലെ രേഖയിൽ ഉണ്ടെന്നും
അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. ട്രംപിന്റെ അന്ത്യശാസനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് താൽക്കാലിക വെടിനിർത്തലിന് ധാരണയായത്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഫീൽഡ് മാർഷൽ അസീം മുനീറും മുൻകൈയെടുത്ത് നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് വെടിനിർത്തലിനുള്ള കളമൊരുങ്ങിയത്. പിന്നാലെ ഇറാനെ ആക്രമിക്കില്ലെന്നും 2 ആഴ്ച താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. ഇറാനെ ആക്രമിക്കുന്നില്ലെങ്കിൽ വെടിനിർത്തില്ല എന്ന് ഇറാനും അംഗീകരിച്ചു. ഹോർമൂസ് 2 ആഴ്ചത്തേക്ക് തുറക്കാമെന്നും ഇറാൻ വ്യക്തമാക്കിയിരുന്നു. ഇറാനെതിരായ ആക്രമണങ്ങൾ നിർത്തിയാൽ ഞങ്ങളുടെ സൈന്യവും പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള തിരിച്ചടി അവസാനിപ്പിക്കും എന്നായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗജിയുടെ പ്രസ്താവന. ഇറാൻ മുന്നോട്ട് വെച്ച 10 വ്യവസ്ഥകളും US അംഗീകരിച്ചെന്ന് ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം വാഷിംഗ്ടൺ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള ഇറാന്റെ അവകാശം US അംഗീകരിച്ചുവെന്ന വാർത്ത വാസ്തവമാണെങ്കിൽ ട്രംപ് ഇക്കാലം അത്രയും പറഞ്ഞ വാദങ്ങൾ പൊള്ളയാണെന്ന് വരും. യുദ്ധം ആരംഭിക്കാൻ കാരണം തന്നെ ഇറാൻ ആണവായുധം ഉണ്ടാകുമെന്നതിനാലാണെന്നും അവരുടെ ആണവ ശേഖരണം എന്നേക്കുമായി നശിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറണമെന്നുമായിരുന്നു USന്റെ ആവശ്യം. എന്നാൽ ഈ ആവശ്യം US ഉപേക്ഷിച്ചോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. US ഇറാനുമേൽ അധിനിവേശം നടത്താൻ പാടില്ല. ഹോർമൂസിൽ ഇറാന്റെ നിയന്ത്രണം തുടരും. ആണവ സമ്പുഷ്ടീകരണത്തിനുള്ള ഇറാന്റെ അവകാശം അംഗീകരിക്കണം. US ഇറാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം പിൻവലിക്കണം. ഇറാനുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളും പിൻവലിക്കണം. UN-ൽ ഇറാനെതിരെ കൊണ്ടുവന്ന എല്ലാ പ്രമേയങ്ങളും റദ്ദാക്കണം. രാജ്യാന്തര ആണവോർജ ഏജൻസി ഇറാനെതിരായ കൊണ്ടുവന്ന എല്ലാ പ്രമേയങ്ങളും റദ്ദാക്കണം. ഇറാന് സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് പരിഹാരം നൽകണം. മേഖലയിൽ നിന്ന് US സൈന്യത്തെ പിൻവലിക്കണം. ഹിസ്ബുള്ളക്കെതിരെയുള്ള ഉൾപ്പെടെ നടത്തുന്ന എല്ലാ ആക്രമണവും അവസാനിപ്പിക്കണം എന്നിവയാണ് ഇറാൻ മുന്നോട്ട് വെച്ച 10 ആവശ്യങ്ങൾ. എന്തായാലും അമേരിക്ക തൽക്കാലം പിന്മാറുമായിരിക്കാം, പക്ഷേ ഇസ്രായേൽ പിന്മാറാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്നു. അതേസമയം വെടിനിർത്തൽ അംഗീകരിക്കുന്നുവെന്നും എന്നാൽ ലബനനെതിരായ ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.